ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? മാനത്തുണ്ടൊരു മഴവില്ലേ, ആഹാ നല്ലൊരു മഴവില്ലേ, ഏഴു നിറത്തിൽ മഴവില്ലേ, കാണാൻ ചന്തം മഴവില്ലേ. അല്ലേ, മഴവില്ല് കാണാൻ നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? ഞാനൊന്നുമില്ല, മഴവില്ലിവിടെ കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. മഴവില്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? നമുക്ക് കാണാനേ പറ്റൂ. ദാ മഴവില്ല്, അതാ മഴ പെയ്ത ഉടനെ അല്ലെങ്കിൽ മഴക്കാറുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് മഴവില്ല് കാണാൻ പറ്റാറുണ്ട് അല്ലേ? എപ്പോഴാണ് ഇനി മഴവില്ല് കാണുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവം എഴുതണം കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് സാധാരണ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനുഭവക്കുറിപ്പ്. എന്താ ഈ അനുഭവക്കുറിപ്പ്? അനുഭവക്കുറിപ്പിൽ എന്താ പറയാ? അനുഭവക്കുറിപ്പിൽ എന്താ നമ്മൾ പറയാ? നമ്മുടെ അനുഭവം അല്ലേ? ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, മഴവില്ല് കണ്ട അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം അല്ലേ? ഇത് നല്ല രസകരമായൊരു അനുഭവമാണേ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. എന്തിനെ കുറിച്ചെങ്കിലും നിങ്ങളോട് അനുഭവം എഴുതാൻ പറയും. നിങ്ങളുടെ സ്കൂളിലെ ഒരു ദിവസത്തെക്കുറിച്ച്. ഡയറി അല്ല, അനുഭവക്കുറിപ്പ്. ഡയറി എഴുതുമ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ, ഞാനൊരു മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അല്ലേ, അന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആനുവൽ ഡേക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് എഴുതാം? അനുഭവക്കുറിപ്പ് അല്ല ഡയറി എഴുതാം. എന്നാൽ അനുഭവക്കുറിപ്പ് അതിൽ നിന്നും വ്യത്യസ്തമായത് മുൻപ് നിങ്ങൾക്ക് പറ്റിയ ഒരു അനുഭവം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം. നിങ്ങളുടെ അനിയൻ്റെ കൂടെ കളിക്കുന്നതാവാം, അനിയത്തിയുടെ കൂടെ കളിച്ചതാവാം, എന്നിട്ട് നിങ്ങൾ വീണതാവാം അല്ലേ? പിന്നെ എവിടെയെങ്കിലും ഒരു പാർക്കിൽ പോയിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം, ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയത്, ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയത്, ഇനി ആദ്യമായിട്ട് സൈക്കിൾ ഓടിച്ചത്. ഞാൻ ആദ്യമായിട്ടല്ല, എൻ്റെ ഒരു സൈക്കിൾ ഓർമ്മയെക്കുറിച്ച് നിങ്ങളോട് അനുഭവം പറയാം. നോക്കണേ, ഇതാ എൻ്റെ സൈക്കിൾ ഓർമ്മ. അതാണേ എൻ്റെ ഒരു പേരും കൊടുക്കണം നമ്മൾ. അനുഭവക്കുറിപ്പിന് നമ്മൾ എന്ത് കൊടുക്കണം? പേര് നൽകണം അല്ലേ? പേര് നൽകണം. അപ്പോൾ ഞാൻ എന്താണ് ദാ എൻ്റെ സൈക്കിൾ ഓർമ്മ. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു സൈക്കിൾ അല്ലേ. ഞാനൊരു ദിവസം സ്കൂൾ വിട്ടത് ശരിക്കും എൻ്റെ ലൈഫിൽ ഉണ്ടായതാണേ. വീടിൻ്റെ മുറ്റത്തൊരു സൈക്കിൾ. ഇത് ആരുടേതാണെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ചേച്ചി ഓടി വന്ന സൈക്കിളിൽ കയറുന്നത്. എൻ്റെ വലിയച്ഛൻ്റെ മോളാണ് കേട്ടോ. ചേച്ചി ഓടി വന്ന സൈക്കിളിൽ കയറുന്നത്. ഇരുത്തം കണ്ടാൽ തോന്നും ആനപ്പുറത്താണെന്ന്. ഞാനതൊരു കളിയായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും വലിയ ആളെ പോലെ അങ്ങനെ സൈക്കിളിൽ ഇരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പൊങ്ങച്ച ഒന്ന് കൂടി. ഹമ്പടി കേമി, ഞാൻ അറിയാതെ ഇവളെപ്പോ ഇത് ഒപ്പിച്ചു. എന്തായാലും ബാഗും ബുക്കും അവിടെ വെച്ച് ഞാനും സൈക്കിളിനെ ചുറ്റിപ്പറ്റി നിന്നു. ഞാനൊരു സൈക്കിളൊക്കെ കണ്ടിട്ട് എവിടെ നിന്ന് കിട്ടിയതാ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നു. അപ്പോൾ എന്നോട് പറയാം, നിനക്ക് കാലെത്തില്ല, നിനക്ക് ഇതിൽ ചവിട്ടാൻ കാലെത്തില്ല, വേണമെങ്കിൽ പുറകിലിരുന്നോ, ഡബിൾ എടുക്കാമെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഒറ്റ ചാട്ടത്തിന് സൈക്കിളിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ബാലൻസ് കിട്ടാതെ സൈക്കിളും ചേച്ചിയും ഞാനും ഉരുണ്ടുമറിഞ്ഞു നിലത്ത്. കൈയാണോ ഉരഞ്ഞത്, കൈയാണോ കാലുരല്ലേ, കൈയാണോ കാലാണോ ഉരഞ്ഞത്? വേണമെങ്കിൽ രണ്ടും ഏതാ. കൈയാണോ കാലാണോ ഉരഞ്ഞത് എന്നൊന്നും മനസ്സിലാവാത്ത വിധം 3-4 ദിവസം ഞാൻ കിടപ്പിലായി. ഇത് നമുക്ക് 5 മാർക്ക് എ ഗ്രേഡ് കിട്ടുന്ന ഒരു ചോദ്യമാണ് അനുഭവക്കുറിപ്പ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭവക്കുറിപ്പാണ് എഴുതാൻ പറയുന്നതെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഇനിയിപ്പോൾ ഒരു പ്രത്യേകമായിട്ട് പറയൂ, നിങ്ങളുടെ ഓണക്കാലത്തെക്കുറിച്ച്, നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ഉത്സവത്തെക്കുറിച്ച്, നിങ്ങളുടെ അനുഭവം, ഏതെങ്കിലും ഒരു ദിവസത്തെ പറ്റി, നിങ്ങളുടെ അമ്മയോടൊപ്പം അല്ലേ, നിങ്ങൾ ടൂറ് പോയതിനെ പറ്റി, അങ്ങനെ എന്തിനെങ്കിലും പറ്റിയോ നിങ്ങളോട് അനുഭവം എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. രസകരമായിട്ട് മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ എന്ത് തോന്നണോ? ഒരു രസം തോന്നണം, എങ്ങനെ വായിച്ചിരിക്കാനൊരു ഇഷ്ടം തോന്നണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇതെൻ്റെ ലൈഫിൽ സംഭവിച്ചതാണല്ലോ. ശരിക്കും നിങ്ങൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ടാവും അല്ലേ ഇത് കേട്ട സമയത്ത്? അപ്പോൾ എങ്ങനെയാണ് എന്തെഴുതുക? നമ്മൾ
അനുഭവക്കുറിപ്പ് എഴുതാം. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ മക്കൾ എഴുതണം. പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ സ്കൂളിലും നമ്മൾ ലൈവ് ക്ലാസ്സുകളിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ 4ാം ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് എഴുതുക, അനുഭവക്കുറിപ്പ് എഴുതുക. അപ്പോൾ ഇന്ന് ഇത് കണ്ട എല്ലാവരും എന്ത് ചെയ്യുക, ഒരു അനുഭവക്കുറിപ്പ് ഒന്ന് എഴുതി നോക്ക് എല്ലാ മക്കളും. ഓക്കെ, സെറ്റല്ലേ? യെസ്. അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ഇനിയിപ്പോ മഴവില്ല് കണ്ട അനുഭവത്തെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അനിയന്റെ കൂടെ കളിച്ചതിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, അമ്മ വീട്ടിലില്ലാത്തൊരു ദിവസത്തെ പറ്റിയാണെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും ഒരു അനുഭവത്തെ കുറിച്ച് നിങ്ങൾ ഇന്ന് എഴുതണം. ഓക്കെ, അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവ് ക്ലാസ്സുകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് അതാ ക്ലാസ് 3 എന്നുള്ളതിൻ്റെ നേരെ ഒരു ലിങ്ക് ഉണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. എല്ലാവരും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് ഡെയിലി ലൈവ് ക്ലാസ്സുകളൊക്കെ ഉള്ളതൊക്കെ കണ്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.